ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത് നമ്മുടെ ഒരു ക്രിക്കറ്റ് മാച്ച് വീഡിയോ ആണ്. അപ്പോൾ മാച്ച് കളിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് വീണ്ടും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ് ഗൈസ്. കഴിഞ്ഞ മാസം നമ്മൾ സേലത്താണ് കളിച്ചുകൊണ്ടിരുന്നത്, സേലത്താണ് നമ്മൾ കളിച്ചത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പൊള്ളാച്ചിയിൽ എത്തിയിരിക്കുകയാണ് നമ്മളെ ക്രിയേറ്റർ സ്ക്വാഡുമായിട്ട്. ക്രിയേറ്റർ സ്ക്വാഡിലെ എല്ലാ ആൾക്കാരും ഇല്ല, നമ്മളെ മെയിൻ 11 ആയിട്ടുള്ള ആൾക്കാരില്ല. അത്രത്തോളം നമുക്ക് മാച്ച് എക്സ്പീരിയൻസ് കിട്ടും, അത്രത്തോളം നമ്മളെ കളി ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ടീം സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കും. ഒന്ന് ക്രിക്കറ്റ് ഷാക്കിന്റെ ഒരു ടീമും, പിന്നെ ക്രിയേറ്റർ സ്ക്വാഡിലെ ഒരു ടീമും, പിന്നെ ക്രിയേറ്റർ സ്ക്വാഡിൽ 2-3 ആൾക്കാർ, ചാർലി, ഷിയാസ്, ശ്രീരാജ്, പിന്നെ ബാക്കി അല്ലാതെ കുറച്ച് ആൾക്കാരോട് ചെയ്ത് അങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 ടീമിന്റെ ഒരു മാച്ചാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ടീമിന് 4 കളിയുണ്ട്, 2 ദിവസമായിട്ടാണ് കളി. ഇന്നത്തെ ദിവസം നമുക്ക് 2 കളിയുണ്ട്. ഇന്ന് 2 മാച്ച് വൈറ്റ് ബോളിലും നാളത്തെ 2 മാച്ച് റെഡ് ബോളിലുമാണ് കളി. അപ്പോൾ 2 ബോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഗ്രൗണ്ട് ഒരു രക്ഷയില്ല, കൊള്ളാം, അടിപൊളിയായിട്ട് അവർ എന്താ പറയാ, നമ്മളൊരു ഇന്റർനാഷണൽ ഗ്രാസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിച്ചൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്രയും ഗ്രൗണ്ടിൽ പോയതിൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ബൗണ്ടറി ലൈൻ അല്പം കുറവാണ്, ഭയങ്കര ചെറുതല്ല, പക്ഷെ അല്പം നോർമൽ നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ച് ചെറുതാണ്. പക്ഷെ കിട്ടിലായിട്ട് സാധനം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളം വിട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ ഓഫ് സീസൺ ആണ്, അപ്പോൾ ഗ്രൗണ്ടുകളൊന്നും കിട്ടാനില്ല. സോ തമിഴ്നാട്ടിൽ വന്ന് നല്ല നല്ല ഗ്രൗണ്ടുകൾ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് മാച്ചിലോട്ട് പോകാം. പുതിയ ക്രിക്കറ്റ് ഷൂ മേടിച്ചു, നമ്മൾ സച്ചിൻ്റെ ബ്രാൻഡായ 10X. നൈസ് കളർ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ സച്ചിൻ്റെ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. നേരത്തെ എൻ്റെ ഇരുന്ന വോൾട്ടിൻ്റെ ഷൂ ആണ്. അത് സംഭവം 7 സൈസാണ്. നോർമൽ എൻ്റെ കാലിൻ്റെ സൈസ് 8ആണ്. എൻ്റെ ഒരു 8 സൈസ് വോൾട്ടിൻ്റെ ഷൂസ് ഉണ്ടായിരുന്നു. അത് അനീഷ് അങ്കമാലിയിൽ അവിടെ മറന്നു വെച്ചിട്ട് അതങ്ങനെ പോയി. 7 മേടിച്ച് ഞാൻ എറിയാൻ നേരം ആകുമ്പോഴത്തേക്ക് കാലും എൻ്റെ അത് അടിച്ചടിച്ച് ഈ തള്ളവിരൽ ഭയങ്കര വേദനയായിട്ട് ഇപ്പം ഞാൻ അത് എടുക്കില്ല. അപ്പോൾ അങ്ങനെ പുതിയത് ഞാൻ സച്ചിൻ്റെ 10X ബ്രാൻഡ് മേടിച്ചിരിക്കുകയാണ്. ഇത് കളിച്ച് നോക്കിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയാം ഗൈസ്. ഞാനും സൂപ്പർ ഹീറോയും കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നമ്മൾ ബോൾ ചെയ്യുന്ന അതേ ഒറിജിനൽ ബോൾ കേട്ടോ. ജെഫിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഗിഫ്റ്റ് ചെയ്താണ്. ഗ്രേനിക്കോൾസിന്റെ ബോളുണ്ട്, വേറെയും 2 ടൈപ്പ് ബോളുണ്ട്. നമ്മൾ പൊള്ളാച്ചി ഗ്രൗണ്ടിലാണുള്ളത്, ഒരു മനോഹരമായ പിച്ചിൽ. വി ആർ ജസ്റ്റ് ട്രൈങ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. എന്താണ്? അല്ല, ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ്. 300, 350, 1000 രൂപ മാക്സിമം 1000 രൂപയുടെ ബോളൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ എക്സാക്ട് പ്രൈസ്. എന്തായാലും ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ നമ്മുടെ ഡ്രീമിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കാരണം ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. റെഡ് ബോൾ ആണ് ഇത്. 26 ബാറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ബോൾ എത്തണില്ല. ഒരു ബോളാണോ എടുത്തോളൂ? ഫസ്റ്റ് വടി തന്നെ തൊലി പോയി ഗൈസ് ബോളിന്റെ. ഒരു ബോളാണോ എടുത്തോളൂ? ഏതാ? ഒരു ബോളാണ് എടുത്തോളൂ. 2 എടുത്തിട്ടുണ്ട്. ഇത് പുറത്തോട്ട് വെക്കണോ അകത്തോട്ട് വെക്കണോ? ഇനി എന്തറിയാൻ? ഇൻസിങ് അറിയാനോ ഔട്ട്സിങ് അറിയാം. ഔട്ട്സിങ് അറിയണമെങ്കിൽ റൈറ്റിക്കല്ലേ? ഇതകത്തോട്ടിരിക്കണം അല്ലേ? ആറ് ബോൾ എത്ര അടിക്കും? അവനെ സൂം ചെയ്തോ. 6 ബോൾ എത്ര അടിക്കും? നീ പറഞ്ഞോ. ഫീൽഡ് ഒന്നുമില്ല. 16 6 ബോളില് 6 ബോളിൽ സൂപ്പർ ഹീറോ 16. ഒരു ഫീൽഡും ഇല്ല കേട്ടോ. പോയോ? പോയി 4. പോയില്ല. അയ്യോ 2 1 2 2 4 ബൗണ്ടറി 5 6 2 ബോൾ 6. സോറി ഗൈസ്, ചെറിയൊരു മിസ്റ്റേക്ക്, ഓർമ്മ പക്ഷേ. ഒരു ബോൾ 1 6 16 തന്നെ. 12 കൂടെ 5 ബോളിലെ നമ്മള് ബോൾ മാറ്റി കേട്ടോ. ഗ്രേനിക്കോൾസിന്റെ ബോൾ സിംഗിൾ ഓൺലി. 1 കേട്ടോ. 2 5 കേട്ടോ. 3 5 ഗൈസ്. ദെൻ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ. നല്ല ഷോട്ട് അല്ലേ? 3 ബോൾ 5. ഓ നല്ല അടി. One ball 1. Final part.
1 each. എന്താ 16 തന്നെ നീ പറഞ്ഞു. ഇപ്പൊ എനിക്കാ ചലഞ്ച്. ഫസ്റ്റ് കളി ഞാൻ ജയിച്ചു, സെക്കൻഡ് കളി ഞാൻ ജയിച്ചു, തേർഡ് കളി 5-18. ഈ കളി എനിക്ക് ജയിക്കണടാ. അല്ലെ നിന്റെ വീഡിയോയുടെ താഴെ വരുന്ന എന്റെ തെറിക്കമന്റ് ഒക്കെ കൊണ്ടില്ല. 2 അല്ലേ? 2. That's 2. 4 balls 16. 3-14. യെസ് 2-14 കേട്ടോ. One ball 10 to win. Short cover load. That will be a boundary. So 7 to win. ഇടയ്ക്ക് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാം. അതെ, ഇതിനൊക്കെയുള്ള അവസരം കിട്ടിയാൽ മാക്സിമം യൂസ് ചെയ്തോളാം. എന്തായാലും കൊള്ളാം കേട്ടോ. പക്ഷെ ആ ബോൾ സ്റ്റിച്ച് പൊട്ടി ബോളിന്റെ സ്റ്റിച്ചും പൊട്ടി, അതുപോലെ തന്നെ ബാറ്റ് കൊള്ളുമ്പോൾ കല്ലി മറ്റു തട്ടുമെന്ന് തോന്നുന്നു. പൊട്ടിപ്പൊട്ടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒറിജിനൽ ബോൾ തന്നെയാണോ ചാർലി ഇത്? എന്റെ കണ്ണാടി ചാർലി ഇത് ഒറിജിനൽ ബോൾ തന്നെയാണോ? ആടാ ഒറിജിനൽ ബോൾ. പക്ഷേ അടിച്ചിട്ടൊരു ഗബ്രിയോട് ചോദിച്ചോ. ഗബ്രി വാട്സുറപ്പിങ് ഒറിജിനൽ ബോളാണോ ഇത്? അപ്പൊ ഇത് ബാറ്റ് തട്ടുമ്പോ ഒരു വല്ലാത്ത സൗണ്ട് ഉണ്ടല്ലോ. ഹെവി ആയിട്ട് ഫീൽ ചെയ്യണാണോ? ആ ആ ബോളിന്റെ കുറച്ച് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന കുറച്ച് വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ആണല്ലേ. ഈ സെയിം ബാറ്റിട്ടാണോ കളിക്കുന്നത് സത്യത്തില്? കുറച്ചുകൂടെ അതിന്റെ സ്വീറ്റ് സ്പോട്ട് പുറത്തെ നല്ല പുൾ ഷോട്ട് ആണ് കേട്ടോ. വേറെ ലെവൽ പുൾ ഷോട്ട് മോനെ. പ്രാക്ടീസ് ചെയ്താൽ ഇപ്പൊ ഇങ്ങനെ ഒരു പുൾ ഷോട്ടേ പെട്ടെന്ന് ഞാൻ വലിച്ചെറിഞ്ഞ ബോളാണ്. മനസ്സിലായി. ഞാൻ ആദ്യം പേടിച്ചു ഇത് ബോൾ ഇത് എങ്ങനെ വരണമെന്നുള്ള അറിഞ്ഞൂടല്ലോ. ഇതാണ് ഇതിന്റെ ഇതിന് ഞാൻ ആലോചിക്കേണ്ട കാര്യം എന്താ. എന്താ ചെയ്യണേ? ബാറ്റ്. അപ്പൊ നിങ്ങൾക്ക് പാടിയാലോ? നിങ്ങളായിരിക്കുമല്ലോ ഇറങ്ങണം. പാടിയാലോ? എന്നാ തുടങ്ങാം. അവര് ലേറ്റ് ആകുന്നു.
ഹലോ ലാൻഡ്സ്കേപ്പ് എടുക്കുന്നത്. ഹേ ഗൈസ്, അങ്ങനെ എൻ്റെ ക്യാപ്റ്റൻസിയിൽ എൻ്റെ ആദ്യത്തെ ഇതിനു മുമ്പ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. പക്ഷേ ഇത് ക്യാപ്റ്റനായിട്ട് ഫസ്റ്റ് കളി ജയിച്ചിരിക്കുകയാണ്. അതില് ബംഗാളിയെ പോലെ പണിയെടുത്ത ദീപകിന് കൺഗ്രാറ്റ്സ് മച്ചാ. 100 ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ്. ഇൻഫ്ലുവൻസസ് ടീമിൽ വരുമ്പോൾ അടിയോടടി. ക്രിക്കറ്റ് ഷാക്ക് ടീമിന്റെ കൂടെയാണ് നമ്മൾ ജയിച്ചത്. ഇനി അടുത്ത കളി എന്ന് പറയുന്നത് ചാർലിയുടെ ടീമാണ്. ചാർലിയുടെ ടീമില് ചാർലി, ഷിയാസ്, ശ്രീരാജ് ഇവര് 3 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മളെ തോപ്പിക്കാനായിട്ട്. നടക്കൂല ഗൈസ്. നമ്മളെ ടീമിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇതില് ടീം സൂപ്പർ ഹീറോസ് എന്നാണ് കേട്ടോ. പെട്ടെന്ന് പേര് വെച്ചപ്പോൾ നമ്മളങ്ങ് കൊടുത്ത് നമ്മളെ പേരെ കൊടുത്ത് ടീം സൂപ്പർ ഹീറോസ് എന്ന്. രാമൻ ചേട്ടാ ഇരിക്കുന്നതായിട്ട് നമ്മളെ തോപ്പിക്കാൻ പറ്റൂല. അതത്രേ ഉള്ളൂ. ആഷിം അംലയാണ്. പിന്നെ അതിനുമ്പ് ഗൈസ് RCB ജേഴ്സി ഇട്ടാണ് അട്ടന്ന് കളിച്ചത്. കളിക്കുന്ന ഒരു അവസരം കിട്ടി. എന്തായാലും കിടിലൻ ഗ്രൗണ്ട്, കിടിലൻ ക്ലൈമറ്റ്, നല്ല വെയിലുണ്ട്. ഒരെണ്ണം കൂടി നിങ്ങൾ ആരും ചോദിച്ചു XXL ആർക്കെങ്കിലും വേണോ എന്നൊക്കെ. ഇന്നത്തെ ഗ്രൗണ്ടിനെ കുറിച്ച് സംസാരിച്ചേ പറ്റുള്ളൂ. കിടിലൻ ക്ലൈമറ്റ്, അത് കാണാൻ നല്ല വെയില്. ഈ വെയിലുണ്ട് പക്ഷേ കാറ്റ് തുറഞ്ഞോണ്ടല്ല ഇവ ഒരു 6 അടിച്ച് തട്ടി കൊടുത്തല്ലോ. കാറ്റുണ്ട് അപ്പുറത്തോട്ട് കൊടുത്ത് അമ്മാരി കാറ്റ്. അതുകൊണ്ട് ചൂടറിയുന്നില്ല. ചൂടില്ല സത്യം പറഞ്ഞ. നല്ല വെയിലുണ്ടെങ്കിലും ചൂടറിയുന്നില്ല, നമ്മൾ തളർച്ച അറിയുന്നില്ല. അപ്പൊ എന്തായാലും കിടിലൻ ഗ്രൗണ്ട് തന്നെ. അപ്പോ അടുത്ത വീഡിയോ വരുന്നേക്ക്. പിന്നെ മാർട്ടിൻ ബ്രോ നല്ല ബോളിംഗ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ അടുത്ത് വരാം. അപ്പോ ബൈ ഗൈസ്.